കുറച്ചധികം ദിവസങ്ങളായി, ശരിക്കും പറഞ്ഞാൽ 2 ദിവസങ്ങളായി തന്നെ മീനാക്ഷിയെ സോഷ്യൽ മീഡിയയിലൊന്നും കാണാനില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആരുടെ പിറന്നാളെത്തിയെങ്കിലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളുമായി എത്തുന്ന മീനാക്ഷി ഇത്തവണ സഹോദരിയുടെ പിറന്നാളിന് പോലും പോസ്റ്റുകൾ പങ്കുവച്ചില്ല. കാവ്യയുടെ അച്ഛൻ്റെ മരണമായിരിക്കാം ഒരുപക്ഷെ മീനാക്ഷിയെ അതിൽ നിന്നും തടസ്സപ്പെടുത്തിയതെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. എന്നാൽ എല്ലാവരും കാത്തിരുന്ന വിധി, എല്ലാവരും ദിലീപിന് വേണ്ടി സംസാരിച്ചപ്പോൾ ആദ്യം മുതൽ കൂടെ നിന്നിരുന്ന മകൾ ഒരക്ഷരം പോലും മിണ്ടിയില്ല എന്നത് സോഷ്യൽ മീഡിയ എല്ലാവരും നോക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തിരുന്ന ഒരു കാര്യമാണ്. എന്നാൽ മൗനം വെടിഞ്ഞ മീനാക്ഷി ഇന്ന് ആ വിധി വന്നതിൻ്റെ 2ാമത്തെ ദിവസം ഉത്തരവുമായി എത്തിയിരിക്കുകയാണ്. രണ്ടാനമ്മ, അതായത് ഇപ്പോഴത്തെ ദിലീപിൻ്റെ ഭാര്യയായ കാവ്യയുടെ ബൊട്ടീക്കിൽ നിന്നുള്ള ലക്ഷ്യയിലെ സാരി ഉടുത്താണ് എത്തിയിരിക്കുന്നത്. ആ സാരിയിൽ അതീവ സുന്ദരിയായി നിൽക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ് മീനാക്ഷി പങ്കുവച്ചിരിക്കുന്നത്. ലക്ഷ്യയെ ടാഗ് ചെയ്തും ഒപ്പം ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പങ്കുവച്ചുമാണ് എത്തിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പേജുകൾ തന്നെ വളരെ സ്നേഹത്തോടെയാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. ഒടുവിൽ മകളെത്തി, ദിലീപിൻ്റെ ഒരേ ഒരു മകൾ, ദിലീപിൻ്റെ ശക്തി. ഇങ്ങനെയാണ് ദിലീപിൻ്റെ മകൾ മീനാക്ഷിയെക്കുറിച്ച് സംസാരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും വാഴ്ത്തുകയാണ് ഇപ്പോൾ ഈ താരപുത്രിയെ. അന്ന് 2015 മഞ്ജുവും ദിലീപും വേർപിരിയുന്ന സമയം ദിലീപിനോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ച മീനാക്ഷിയുടെ മനസ്സിനെക്കുറിച്ച് പിന്നീട് എല്ലാവരും പരാമർശിച്ചിരുന്നു. അതിനുശേഷം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴും അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോഴും മീനാക്ഷി എന്തിനാണ് ഇങ്ങനെ ദിലീപിനെ പിന്തുണയ്ക്കുന്നത് എന്നതായിരുന്നു എല്ലാവരുടെയും ചോദ്യം. എന്നാൽ അതൊക്കെ തന്നെ മാറ്റി നിർത്തുന്നൊരു സംഭവമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ഈ കേസിൻ്റെ വിധി വന്നിട്ട് ഇതുവരെ മറുപടി പറയാത്ത മീനാക്ഷി ഇതിനെക്കുറിച്ച് മറുപടി പറയുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രേക്ഷകർ ഇപ്പോൾ എല്ലാവരും ഇതിന് മറുപടിയായി കാണുന്നു. സാധാരണ ഇത്തരം കാര്യങ്ങൾക്കൊന്നും പ്രതികരിക്കാത്ത ഒരു വ്യക്തിയാണ് മീനാക്ഷി. ആ കുട്ടി +1 പഠിക്കുന്ന സമയം മുതൽ തന്നെ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയിരുന്നു. അന്നു മുതൽ ആ കുട്ടിക്ക് ഇത്ര നേരെ ട്രോമകൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു. കുറേയേറെ വൈകിയാണ് മീനാക്ഷി സ്വന്തം സോഷ്യൽ മീഡിയ പോലും പുറത്ത് കാണിച്ചത്. കോളേജിൽ പഠിക്കുന്ന സമയം പോലും സോഷ്യൽ മീഡിയ പുറത്ത് കാണിക്കാൻ മടിയായിരുന്നു മീനാക്ഷിക്ക്. അത്രമേൽ പ്രേക്ഷകരെല്ലാവരും തന്നെ ക്രൂശിക്കുകയായിരുന്നു മീനാക്ഷിയെ. എന്നാൽ അവിടെ നിന്ന് മീനാക്ഷി തിരികെ വന്നു. ആരെയും മൈൻഡ് ചെയ്തില്ല. അപ്പോഴും ദിലീപിനോടൊപ്പം തന്നെ നിന്നു. ദിലീപിൻ്റെ പൊന്മകളായി തന്നെ കൂടെ നിന്നു. പ്രേക്ഷകരും അത് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ആരാധകർ കൃത്യമായി തന്നെ വാർത്ത ഓരോന്നോരോന്നും പങ്കുവയ്ക്കുകയും ചെയ്തു. പ്രേക്ഷകർ വളരെ കൃത്യമായി ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറാനുള്ള കാരണവും മീനാക്ഷിയോടുള്ള സ്നേഹം തന്നെയാണ് എന്ന് പറയാം. മീനാക്ഷി ഇന്നലെയൊക്കെ മൗനം ഇരുന്നപ്പോൾ എല്ലാവരും എന്താണ് കരുതിയതെന്ന് പോലും അറിയില്ല. മീനാക്ഷി ഇവിടെ ഇല്ലേ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. പുറത്താണോ? ജോലി തിരക്കാണോ? ആസ്റ്റർ മെഡിസിറ്റിയിൽ ഇപ്പോൾ ജോലി ചെയ്യുകയാണ് മീനാക്ഷി എന്ന് ഇടയ്ക്കൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിലീപ്. അതിനുശേഷം ആസ്റ്റർ മെഡിസിറ്റിയിൽ എത്തുന്നവരെല്ലാവരും മീനാക്ഷി ഡോക്ടറെ തേടി എത്താറുമുണ്ടായിരുന്നു. അവിടെ നിന്ന് മാറുകയാണ് ഇപ്പോൾ മീനാക്ഷി ചെയ്തതെന്ന് തോന്നുന്നു. വിദേശത്താണ് മീനാക്ഷി എന്നാണ് ഇപ്പോൾ കരുതുന്നത്. എന്നാൽ 3-4 ദിവസങ്ങൾക്ക് മുൻപ് കൂട്ടുകാരികളുമായി കൊച്ചിയിൽ വെച്ച് കണ്ടുമുട്ടിയതിൻ്റെ ചിത്രങ്ങൾ പങ്കുവച്ചെത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ മീനാക്ഷി ഇപ്പോൾ എവിടെയാണെന്ന് അറിയാത്തത്. ചിലപ്പോൾ വിദേശത്തായിരിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നതെന്നും പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.